ആദി 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 എണീക്ക്. ലീഡ്സ് കണക്ട്. ആദി ആദി എണീക്ക്. ഫ്ലൂയിഡ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമല്ല. നീ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ഇത്രയും കാലായിട്ട് നമ്മുടെ വീട്ടിൽ നടക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഈ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവോ? എന്നെ പറ്റിയോ, കുഞ്ഞിനെ പറ്റിയോ, അമ്മേനെ പറ്റിയോ, എന്തെങ്കിലും കുഞ്ഞിന്റെ പഠിത്തത്തെ പറ്റി എന്തെങ്കിലും അറിയാവോ? നീ എന്താ കരുതിയേ? ഞാനിതൊന്നും ആലോചിക്കാതെ തീരുമാനമെടുത്തത്. ഞാൻ ഈ ചെയ്യുന്ന ഓരോ കാര്യത്തിനും എനിക്ക് എന്റേതായ ഒരു കാരണം. ഞാനത് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. നീ എന്ത് പറഞ്ഞാലും ഞാൻ പോകും. എനിക്ക് പോയേ പറ്റും. ഇത് തന്നെയല്ല ഇത്രയും കാലമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കുക, ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കുക. നീ എപ്പോഴെങ്കിലും ഒരിക്കലും മനസ്സിലാക്കും. ഞാൻ ഈ ചെയ്യുന്നതെല്ലാം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എനിക്ക് പോയേ പറ്റും. എനിക്ക് പോയേ പറ്റും. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് പോയേ പറ്റും. ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമല്ല. നീ എന്തൊക്കെ ഇവനറിയില്ലേ ആ പുസ്തകം പുഴുത് ഇങ്ങോട്ടാ നീ ലൈബ്രറിയിലോട്ടായിരിക്കുമല്ലേ? ഇതായത് വായി നാക്കില്ല. ഉറക്കെ പറയടാ. മുന്നേ ഫൈനൽ ഇയർ കഴിഞ്ഞിട്ട് HS കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. ദേ ഇപ്പോൾ കമ്മ്യൂണിറ്റിയിലെ 2ാമത്തെ മാസവും കഴിഞ്ഞു. ഒരു മാസവും കൂടെ കഴിഞ്ഞാൽ വീണ്ടും പട്ടിപ്പണി, പിച്ച കാശ്. 24-ൽ 100 രൂപ പറ്റുണ്ട്. വെറുതെ അവഴി പോയത് മാത്രം ഓർമ്മയുള്ളൂ. പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ലെങ്കിലും തെണ്ടി നടക്കാൻ ഒരുപാട് സമയമുണ്ട്. ദേ ഇപ്പം എല്ലാവരും കോൺവൊക്കേഷൻ വൈബിലേക്ക് വരുന്നുണ്ട്. ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് മനുഷ്യന് നടക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഇതൊക്കെ കഴിഞ്ഞ് ഇനി എന്നാ 2 അക്ഷരം പഠിക്കാൻ പറ്റുന്നേന്നാ. നീറ്റിന് പഠിച്ചു തുടങ്ങണം. PG കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും തെണ്ടിയുടെ തലയിലാവേണ്ടി വരും. രാഹുൽ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. എന്താകുമോ എന്തോ. അല്ലേലും ഞാൻ പറയുന്നതൊന്നും കേൾക്കാനുള്ള സ്വഭാവം അവനില്ലല്ലോ. പണിയില്ലാഞ്ഞിട്ട് വൈകിട്ട് അനിതയുടെ കൂടെ ഒരു കൺസൾട്ടേഷൻ കാണാൻ പോയി. ചുറി പേഷ്യൻറ്റും അതിനേക്കാൾ ചുറി പൈസല്ലോ. ഇവരൊക്കെ എപ്പോഴേലും നമ്മൾ ഇവർക്കൊക്കെ വേണ്ടി എന്തോരം മെനക്കെടാറുണ്ടെന്ന് ആലോചിക്കാറുണ്ടോ? അല്ലേലും സ്വന്തം കാര്യം വരുമ്പോൾ വേറൊന്നും ഇല്ലല്ലോ. നേരം കുറേയായി. ഇന്ന് കാഷ്വാലിറ്റി ഡ്യൂട്ടി ഉണ്ട്. ഇനി അവിടെ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. പറഞ്ഞു തീർന്നില്ല. ദേ കാഷ്വാലിറ്റിന്ന് കോളും വന്നു.
എന്നാ കോശി സാറുണ്ടല്ല രാവിലെ തന്നെ ഉറങ്ങിയെന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. നീ എന്താ ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുന്നേ? എടാ നിനക്കൊരു മായേനെ അറിയോ? മായേ? ഏത് മായ? എനിക്ക് ഈ ബുക്ക് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയതാ. ലൈബ്രറിന്നാ? ഇത് മറ്റേ കുത്തേറ്റ മായല്ലേ? നിനക്ക് ഇവിടുത്തെ കഥയൊന്നും അറിയില്ല? പണ്ട് നമ്മുടെ കോളേജിലെ കുത്തേറ്റ മായ ഇല്ല, അറിയില്ല. ലിഫ്റ്റില് ഞാൻ പറഞ്ഞു. എന്താ പറ്റിയേ? ചേട്ടാ 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 പേരെന്താ ചേട്ടാ? ചേട്ടാ പേഷ്യനെ 3 ഷിഫ്റ്റ് ചെയ്തു. അന്നാടാ ചേച്ചിനെ കോളേജിൽ എല്ലാവരും അവസാനമായിട്ട് കണ്ടത്. പിന്നെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നാ കോഴ്സ് സാറുണ്ടല്ല രാവിലെ തന്നെ ഉറങ്ങിയെന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. നീ എന്താണ് ഇങ്ങനെ ഷോക്ക് അടിച്ചിരിക്കുന്നത്? മായേ? ഏത് മായ? നിനക്ക് മായനെ അറിയോ? ഇത് മറ്റേ കുത്തേറ്റ മായല്ലേ? എനിക്ക് ഈ കഥ അറിയില്ല. പണ്ട് നമ്മുടെ കോളേജിലെ ഇതിനു മുമ്പ് ഇന്ന് പറഞ്ഞല്ലേ? ഇല്ലടാ. എപ്പോ? നിനക്കെന്താ പറ്റിയേ? നീ കഥ എന്നോട് നേരത്തെ പറഞ്ഞല്ലേ? ഇല്ല. എപ്പോ? ഡാ നീ എവിടെ പോവാ? ഡാ എന്നാ കോശി സാറുണ്ടല്ല രാവിലെ തന്നെ ഉറങ്ങിയെന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി. നീ എവിടെ പോവാ?
ഇതല്ല ഇതിന്റെ മാർഗം. ഇനി എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. കോശി സാർ അയാളെ പുറത്തേക്ക് കാര്യമല്ലേ, അതെനിക്കറിയാം. ആദി എനിക്ക് എനിക്ക് ഫ്ലൂഡ് സാർ